ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ബൈബിൾ വായനയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടിയത്. ഈ ഒരു ബൈബിൾ റീഡിങ് വളരെ ദൈവാനുഭവമായിരുന്നു. ബൈബിൾ വായനയുടെ ആദ്യത്തെ ദിവസം എനിക്ക് നല്ല പനിയായിരുന്നു. ബൈബിൾ വായിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. വായിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ എനിക്ക് നല്ല ബോഡി പെയിൻ ഒക്കെയായി ഞാൻ കിടക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയാണേലും ബൈബിള് വായിക്കണമെന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ എണീറ്റ് ഇരുന്ന് ബൈബിള് വായിക്കുന്നത് കേട്ടു. അതിനുശേഷം 9 മണി തൊട്ട് രാത്രി 9 മണി തൊട്ട് 9:30 വരെയായിരുന്നു എൻ്റെ ടൈം. ആ സമയത്ത് ഞാൻ ബൈബിള് വായിച്ചു. നല്ല പനി ഉണ്ടായിരുന്നു എനിക്ക്. ഫസ്റ്റ് ഡേയിൽ വളരെ പെട്ടെന്ന് തന്നെ പനി വിട്ടുമാറുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. യാതൊരു കുഴപ്പം കൂടാതെ ഞാൻ ഓർത്തു സൗണ്ടൊക്കെ ഇടയ്ക്ക് നിന്ന് പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ വളരെ നല്ല രീതിയിൽ തന്നെ ആദ്യത്തെ ദിവസം എനിക്ക് ബൈബിള് വായിക്കുവാനായിട്ട് കഴിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിലും ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നല്ല രീതിയിൽ തന്നെ ബൈബിള് വായിക്കുവാനായിട്ട് കഴിഞ്ഞു. വലിയൊരു അനുഭവമായിരുന്നു. ഈ ഒരു ബൈബിള് വായനയിലൂടെ വചനം വായിക്കുന്നതിൻ്റെ ഒരു വലിയ ശക്തി എനിക്കിതിലൂടെ ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന്, വചനത്തിൻ്റെ വലിയ ശക്തി മനസ്സിലാക്കി തന്ന നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു ഗ്രൂപ്പിൽ എന്നെ ചേർത്ത ഇതിൻ്റെ സംഘാടകരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇതിന് എന്നോട് വായിക്കുമോ എന്ന് ചോദിച്ച എൻ്റെ ഒരു സുഹൃത്തായ സിസ്റ്റർ ടിസയുണ്ട്. സിസ്റ്ററിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.